സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന പാമ്പുകടികളുടെ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകണം, പാമ്പുകളില്ലാത്ത ഭൂമി എത്ര മനോഹരമായിരിക്കുമെന്ന്. നമ്മൾ ഇന്ന് അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ലോകത്താകെ മൊത്തം 3900-ൽ പരം പാമ്പിനങ്ങളുണ്ട്. അവയെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായാൽ എന്താണ് സംഭവിക്കുക? പാമ്പുകൾ ഇല്ലാതായി ആദ്യത്തെ 24 മണിക്കൂർ നമുക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും തോന്നിയിട്ടുണ്ടാകില്ല. എന്നാൽ പതിയെ നമുക്ക് മാറ്റങ്ങൾ പ്രത്യക്ഷമാകാൻ തുടങ്ങും. 2012-ൽ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ പഠനപ്രകാരം ഒരു അഡൾട്ട് റാറ്റ് സ്നേക്ക്, അതായത് ഒരു ചേര, വർഷത്തിൽ ശരാശരി 120 എലികളെയാണ് അകത്താക്കാറുള്ളത്. പാമ്പുകൾ ഇല്ലാതായാൽ എലികളുടെ എണ്ണം 7 ദിവസം കൊണ്ട് 280% വർദ്ധിക്കും. അതുമാത്രമല്ല, എലികളുടെ ഗർഭകാലം എന്ന് പറയുന്നത് 21 മുതൽ 23 ദിവസം മാത്രമാണ്. ഒരു ജോഡി എലികൾക്ക് തന്നെ ഒരു വർഷം ഏകദേശം 1250 കുട്ടികൾ ഉണ്ടാകാറുണ്ട്. പാമ്പുകൾ ഇല്ലാതായി ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ വയലുകൾ, ഗോഡൌണുകൾ, വീടുകൾ എല്ലാം എലി അടക്കി വാഴും. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAO 2023-ൽ റിപ്പോർട്ട് ചെയ്തത് ലോകത്തിലെ ധാന്യ ഉൽപാദനത്തിന്റെ 20% എലികൾ ഇപ്പോഴേ നശിപ്പിക്കുന്നു എന്നാണ്. പക്ഷേ പാമ്പുകൾ ഇല്ലാതായാൽ എലികൾ പെറ്റുപെരുകുകയും ഈ നാശനഷ്ടം 60% വരെ എത്തുകയും ചെയ്യുന്നു. ഇന്ത്യ, ചൈന, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ധാന്യത്തിന്റെ ക്ഷാമം പതിയെ തുടങ്ങും. ക്ഷാമത്തിന് പിന്നാലെ വരുന്ന ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമാണ് വിലക്കയറ്റം. ഇന്ത്യയിൽ മാത്രം നെല്ലിന്റെ ഉൽപാദനം 42% കുറയും. അതുമാത്രമല്ല, ആഫ്രിക്കയിൽ 1.2 ബില്യൺ ആളുകൾക്ക് നേരിയ തോതിലുള്ള ഭക്ഷണക്ഷാമം അനുഭവപ്പെടും. പാമ്പുകൾ ഇല്ലാതായി 3 മാസം കഴിയുമ്പോഴേക്കും ലോകത്തിലെ 35% ധാന്യവും നശിച്ചു കഴിഞ്ഞിട്ടുണ്ടാകണം. ലോകത്തിപ്പോഴേ ഏകദേശം 820 ദശലക്ഷം ആളുകളും പട്ടിണിയിലാണ്. എന്നാൽ പാമ്പുകൾ ഇല്ലാതായ ഈ എണ്ണം 210 കോടിയോളമാകും. ഭക്ഷണക്ഷാമം മാത്രമല്ല, എലികൾ കൊണ്ടുവരുന്ന രോഗത്തെയും നമ്മൾ പേടിക്കണം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് എലികൾ 35-ലധികം മാരക രോഗങ്ങൾ പരത്തുന്നു എന്നാണ്. അതിൽ തന്നെ വർഷാവർഷം ഏകദേശം 58,000-ൽ പരം ആളുകൾ മരിക്കുന്ന എലിപ്പനിയും ഉൾപ്പെടും. ഹാൻഡ വൈറസ്, സാൽമോണെല്ലോസിസ്, പിന്നെ ചരിത്രം മാറ്റിമറിച്ച ഒന്ന്, ബ്യൂബോണിക് പ്ലേഗ്. മധ്യകാലത്ത് ഏകദേശം 200 ദശലക്ഷം ആളുകളുടെ മരണത്തിന് കാരണമായ ബ്യൂബോണിക് പ്ലേഗ് ചരിത്ര താളുകളിൽ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടാൻ തുടങ്ങി. ഒരുപക്ഷെ മനുഷ്യരാശി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പകർച്ചവ്യാധിയും ഇത് തന്നെയായിരിക്കണം. എലികളുടെ ശരീരത്തിലുള്ള പേനാണ് പ്ലേഗ് പരത്തുന്നത്. പാമ്പുകളുടെ അഭാവത്തിൽ 3 മാസം കൊണ്ട് എലികളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന രോഗം 400% വർദ്ധിക്കും. അപ്പോൾ സ്വാഭാവികമായി മനുഷ്യർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എലികൾ പെറ്റുപെരുകിയാൽ വിഷം വെച്ചാൽ പോരെ എന്ന്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എലികളുടെ ഗർഭകാലം എന്ന് പറയുന്നത് കേവലം 21 മുതൽ 23 ദിവസം വരെയാണ്. അതും കേവലം ഒറ്റ പ്രസവത്തിൽ തന്നെ 8 മുതൽ 12 കുട്ടികൾക്കാണ് ജന്മം നൽകുന്നത്. അതുകൊണ്ട് എലികൾക്ക് വിഷം വെക്കുന്നത് ഒരു ജോലി തസ്തികയായി കൊടുക്കപ്പെടണം. ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ പാമ്പുകൾ നമുക്ക് വേണ്ടി ആ ജോലി ചെയ്യാറുണ്ട്. ഇനി പൂച്ചയെ അഴിച്ചുവിട്ട് എലികളെ പിടിക്കാമെന്ന് കരുതിയാൽ അതും നടപടിയാവില്ല. വേണമെങ്കിൽ ഒരു പൂച്ച ഒരു ദിവസം 2-3 എലിയെ പിടിക്കാം. എന്നാൽ ഒരു പെരുമ്പാമ്പാകട്ടെ ഒറ്റയടിക്ക് 8 മുതൽ 12 എലികളെയാണ് അകത്താക്കാറുള്ളത്. എഫിഷ്യൻസി ഒരിക്കലും കമ്പയർ ചെയ്യാനേ പറ്റില്ല. പാമ്പെന്ന് പറയുന്നത് ഒരു മിഡ് ലെവൽ പ്രെഡേറ്റർ ആണ്. അതായത് പാമ്പ് എലിയെ തിന്നും, പരുന്ത് പാമ്പിനെ തിന്നും. ഇതിനെ ട്രോഫിക് കാസ്കേഡ് എന്നാണ് വിളിക്കാറുള്ളത്. ഒരു ജേണലിൽ വന്ന പഠനം പറയുന്നത് പാമ്പുകൾ ഇല്ലാതായാൽ റാപ്റ്റേഴ്സ്, അതായത് പരുന്ത്, മൂങ്ങ എന്നിവ 40% പട്ടിണി കിടന്ന് ചാകുമെന്നാണ്. കാരണം ഈ ജീവികളുടെ പ്രധാന ഭക്ഷണമെന്ന് പറയുന്നത് തന്നെ പാമ്പുകളാണ്. മറുവശത്ത് പാമ്പിന്റെ ഇരകൾക്ക് ആഘോഷരാവാണ്. തവള, പല്ലി, ചെറിയ പക്ഷികൾ ഇവരുടെ എണ്ണം പൊട്ടിത്തെറിക്കും. തവളകൾ കൂടിയാൽ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ അവർ ഷഡ്പദങ്ങളെ മുഴുവൻ തിന്നു തീർക്കും. ഷഡ്പദങ്ങൾ കുറഞ്ഞാൽ പോളിനേഷൻ അഥവാ പരാഗണം നിലയ്ക്കും. ലോകത്തിലെ 87.5% പൂച്ചെടികളും ആനിമൽ പോളിനേഷൻ ആശ്രയിച്ചാണ് വിത്തുണ്ടാകുന്നത്. അതായത് ചിത്രശലഭം, തേനീച്ച, വണ്ട് എന്നിവ പ്രധാനമായി. 75% ഭക്ഷ്യവിളകൾ, ആപ്പിൾ, ബദാം, കാപ്പി, കൊക്കോ, തക്കാളി എന്നിവയ്ക്ക് ഷഡ്പദങ്ങൾ വേണം പരാഗണത്തിന്.
പാമ്പുകളില്ലാതായാൽ 5 വർഷം കൊണ്ട് ആഗോളതലത്തിൽ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഉൽപ്പാദനം 31.4% കുറയും. പാമ്പുകളില്ലാതായാൽ ഷഡ്പദങ്ങളും ചെറിയ ജീവികളും മറ്റും വഴിയുള്ള പരാഗണം നിലയ്ക്കുന്നത് കൊണ്ട് തന്നെ രാജ്യത്ത് ഇവ മൂലമുള്ള പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഉൽപ്പാദനം കുറയുന്നത് കൊണ്ട് തന്നെ പ്രതിവർഷം 92,000 കോടി രൂപ വരെയുള്ള നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, പാമ്പുകളില്ലാതായാൽ പാമ്പുകടി പേടിക്കണ്ടല്ലോ. കാര്യം ശരിയാണ്. WHO പറയുന്നത് വർഷാവർഷം 1,38,000 ആളുകൾ വരെയാണ് പാമ്പുകടി മൂലം മരിക്കുന്നത്. പക്ഷെ ജീവൻ രക്ഷിക്കാവുന്ന ചില മരുന്നുകൾ പാമ്പിൻ വിഷത്തിൽ നിന്നും നിർമ്മിക്കാറുണ്ട്. ക്യാപ്റ്റോപ്രിൽ എന്ന ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്ന മരുന്ന് ബ്രസീലിയൻ പിറ്റ് വൈപ്പറിന്റെ വിഷത്തിൽ നിന്നുമാണ് ഉണ്ടാക്കുന്നത്. മാത്രവുമല്ല, പാമ്പിൻ വിഷത്തിലെ പെപ്റ്റൈഡുകൾ ക്യാൻസർ, പ്രമേഹം എന്നീ രോഗങ്ങൾക്കായുള്ള മരുന്നിനായുള്ള ഗവേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പാമ്പെന്നാൽ പേടി മാത്രമല്ല, അവൻ പ്രകൃതിയുടെ ഒരു അക്കൗണ്ടന്റ് ആണ്. എലിയുടെ കണക്ക് നോക്കുന്ന, രോഗം തടയുന്ന, മരുന്ന് തരുന്ന അക്കൗണ്ടന്റ്. E.O. വിൽസൺ പറഞ്ഞതുപോലെ തന്നെ ദ ലിറ്റിൽ തിങ്സ് ദാറ്റ് റൺ ദ വേൾഡ്. പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങൾക്കും തൻ്റെതായ കർത്തവ്യങ്ങൾ ഉണ്ടെന്ന് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. നന്ദി.